ഓൾ, നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രയോഗമാണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഈ GDP കൺസിഡർ ചെയ്യുന്നത് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ പൊതുവെ പഠിക്കാറുള്ളതാണ്. ഒരു റിയൽ GDP അഥവാ നോമിനൽ GDP എന്ന രീതിയിൽ രണ്ട് പ്രയോഗങ്ങളായിട്ട് നമ്മൾ GDPനെ തരംതിരിച്ച് പഠിക്കാറുണ്ട്. ഇതിൽ റിയൽ GDPയും നോമിനൽ GDPയും എന്ന് പറയുന്ന വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാർക്കറ്റിൽ സാധാരണഗതിയിൽ എപ്പോഴും കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് വിലക്കയറ്റം. സ്വാഭാവികമായിട്ടും 10 വർഷം മുൻപുള്ളൊരു കോമോഡിറ്റിയുടെ വിലയല്ല ഇന്ന് ആ കോമോഡിറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതിന് കാരണം കോമോഡിറ്റിയുടെ വില കാലാകാലങ്ങളായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് അടിസ്ഥാനപരമായിട്ട് വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പം, അല്ലേ? അപ്പോൾ ഈ ഇൻഫ്ലേഷൻ നമ്മൾ പരിഗണിച്ചുകൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നതും ഇൻഫ്ലേഷനെ പരിഗണിക്കാതെ നിലവിലെ സാഹചര്യത്തിലുള്ള വിലകളെയൊക്കെ കണക്കാക്കിക്കൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രണ്ട് രീതികളാണ് നോമിനൽ GDPയും റിയൽ GDP എന്ന് പറയുന്ന വ്യത്യാസം. അതായത് നോമിനൽ GDPയിൽ ഇൻഫ്ലേഷൻ പോലുള്ള പണപ്പെരുപ്പ മാതൃകകളെ പരിഗണിക്കാതെ നിലവിലെ മാർക്കറ്റ് പ്രൈസസ് അനുസരിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ്റെ വില നിശ്ചയിക്കുന്ന കണക്കാണ് നോമിനൽ GDP എന്നതുകൊണ്ട് മനസ്സിലാക്കുക. എന്നാൽ റിയൽ GDP ആകുമ്പോഴോ കൃത്യമായി കാലാകാലങ്ങളായിട്ടുള്ള വിലക്കയറ്റത്തെ പരിഗണിച്ചുകൊണ്ട് നിലവിൽ എത്രത്തോളം മൂല്യമാണ് പ്രൊഡക്ഷൻ വസ്തുക്കളിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് റിയൽ GDP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ റിയൽ GDP എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരു ഇൻഫ്ലേഷൻ പാരാമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏത് കാലം മുതലുള്ളതാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ പൊതുവെ ബേസ് ഇയർ എന്ന് പറയുക. അപ്പോൾ എപ്പോഴും റിയൽ GDP പരിഗണിക്കുന്ന സമയത്ത് നമ്മളൊരു ബേസ് ഇയർ എപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. ഈ ബേസ് ഇയറിൻ്റെ കാര്യത്തിൽ അടുത്തിടെ ഒരു പുതിയ റിവിഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ കുറച്ചു കാലം മുമ്പ് വരെയും 2011-12 ആയിരുന്നു GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിലെ ബേസ് ഇയർ ആയിട്ട് പരിഗണിച്ചിരുന്നതെങ്കിൽ ഇന്ത്യ നിലവിൽ 2022-23 ആണ് ഇനിയുള്ള GDP കാൽക്കുലേഷനുകളിലെ, പ്രത്യേകം ശ്രദ്ധിക്കുക, റിയൽ GDP കാൽക്കുലേഷനുകളിലെ ബേസ് ഇയറായി പരിഗണിക്കാൻ പോകുന്നത് മനസ്സിലാക്കിയിരിക്കുക.